ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. പനിയായിരുന്നു, അതിന്റെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നല്ല പനിയായിരുന്നു. ലൈവ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഫേസ് ലൈവ് ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. കാരണം നല്ല പനിയായിരുന്നു, പിന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ കുറേ ദിവസം കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്യാണ്. എല്ലാവരും അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതാ ഹിബമോള് ഇവിടെ ഇരുന്നിട്ട് എന്തോ ലാപ്ടോപ്പ് കണ്ടിട്ട് ഫുഡ് കഴിക്കണേ. അപ്പോ എന്റെ കുഞ്ഞു കുഞ്ഞു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു. രാവിലെ തന്നെ കുഞ്ഞു മുറ്റായോണ്ട് തന്നെ വേഗം അടിച്ചിട്ട് ബാക്കിയാവാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ മുറ്റടിക്കുകയാണ്. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ് കേട്ടോ. നല്ല മധുരത്തിൽ കട്ടനും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ കുടിക്കുകയാണ്. തൊണ്ടവേദന മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കട്ടൻ ചായ കുടിച്ചിട്ടാവും ബാക്കിയെന്ന് വിചാരിച്ചു. കോഴി പതിവ് പോലെ കൂക്കുണ്ട് കേട്ടോ. അങ്ങനെ കട്ടനൊക്കെ കുടിച്ചിട്ടോ. നമ്മുടെ ടേബിളിൽ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട്, നിങ്ങളാരും നെറ്റരുത്. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു. പിന്നെ ഹിബമോൾക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഹിബമോൾ തേങ്ങാപ്പാലും നൂൽപുട്ടും പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. നൂൽപുട്ട് കഴിക്കുകയാണ്. ഹിബമോളുടെ നേരത്തെ ഒരു ലേശം എന്തോ ഒന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വീണ്ടും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ബാക്കി തട്ടിലും നൂൽപുട്ടും കൂടി തട്ടി പ്ലേറ്റിലേക്ക് ആക്കി ഇട്ട് വെച്ചു. കാസറോളിൽ വേറെ എന്തോ ഉണ്ടായിരുന്നു, അത് കാരണം പ്ലേറ്റ് ആക്കി വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഓണത്തിൻ്റെ വീഡിയോസൊന്നും നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഇതാ നല്ല അടപ്രഥമനും ശർക്കര ഉപ്പേരിയും ചിപ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടുകാരൊക്കെ തരും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങളും അടപ്രഥമൻ്റെ ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹിബമോൾ ഓരോ ദിവസം പോടുമ്പോഴും പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓണത്തിൻ്റെ ദിവസം നമുക്കുള്ള സദ്യയാണ് ഇത് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി നമുക്ക് സദ്യയൊക്കെ ഒരുക്കും. അങ്ങനെ ഒരുക്കിയിട്ട് എല്ലാ പ്രാവശ്യം നമുക്ക് സദ്യ തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉച്ചക്കുള്ള ഫുഡൊക്കെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഓരോ വിഭവവും നല്ല എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ കലാശക്കൊട്ട് എന്ന് പറയാം, പഴവും പപ്പടവും പായസം കൂടി ഒരു അടിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ വീട്ടിലേക്കുള്ളത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്കുള്ളതും പാർസലാക്കി തന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ഇവിടെ നമ്മുടെ വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ ഞങ്ങൾ ഷോർട്സും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണപരിപാടികളൊക്കെ ആയിട്ട് അതൊന്നും പിന്നെ ഞാൻ അതിൽ കൂട്ടിയിട്ടില്ല. കാരണം പിന്നെ കുറേ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് അല്ലേ ഇത്. എത്രയും ഓണം കഴിഞ്ഞിട്ട് കുറേ ഇല്ലേ. അങ്ങനെ മക്കൾക്ക് ഇതാ പനിയൊക്കെ മാറിയതിന് ശേഷം, മക്കളുടെ ഒക്കെ മാറിയതിന് ശേഷം അവർക്കൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ അവിൽ മിൽക്ക് കുടിക്കാൻ പോയി കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കൂണൊന്ന് ഞാൻ വേഗം വെറുതെ ഒരു മസാല ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് നല്ല രീതിക്കൊന്നും ഉണ്ടാക്കുന്നില്ല. വേഗം അതൊന്ന് വഴറ്റിയെടുത്തിട്ടൊന്ന് മസാല ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഫ്രഷ് കൂണാണ്. ഹിബമോൾക്ക് ഇന്ന് എടുക്കില്ല എന്ന് വിചാരിച്ചതാണ്. ഹിബമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂണ്. മഷ്റൂം എന്ന് പറഞ്ഞ ജീവൻ കളയും. അതുകൊണ്ട് തന്നെ അത് മാത്രം പെറുക്കി തിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ചട്ടിയിലിട്ട് ഫ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ വെറുതെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂണിൻ്റെ ചെറിയ രീതിക്ക് അത് റെഡി ആയിട്ടുണ്ട്. ഓണത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ അന്ന് തന്നെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് എന്തോ മാതിരിയായിരുന്നു കേട്ടോ. കാരണം തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. മക്കൾ ഓരോ ദിവസം ഓരോ വീട്ടിൽ കയറിയിട്ട് ഇതോ തൊട്ടപ്പുറത്ത് ഞങ്ങൾ മാത്രമേ നടുവിലിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചേച്ചിമാരാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ഈ വീട്ടിൽ പോവും ആ വീട്ടിൽ പോവും, അവരൊക്കെ വിളിക്കും ചെയ്യും കേട്ടോ. പൂവിടണ സമയമായ മക്കളെ വിളിക്കും. അപ്പോൾ അവർ ഓടിപ്പോവും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അവരെ ഒപ്പം ഇരിക്കണത് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്തു കേട്ടോ. മക്കളൊക്കെ നല്ല കളിയിലാണ്. ഓണത്തിൻ്റെ സമയത്ത് ഒരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മോളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല കളിയാണ് മഴയത്ത്. അങ്ങനെ എല്ലാ കലാശം കെട്ടും കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ വന്നു കേട്ടോ. പനിച്ചതല്ലായിരുന്നോ. അപ്പോൾ വേഗം പോയി ഒരു ട്രിപ്പൊക്കെ ഇട്ട് ക്ഷീണമൊക്കെ മാറ്റി കേട്ടോ.
അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ നിങ്ങളായിട്ട് നേരത്തെ തന്നെ കാണിക്കേണ്ട വിചാരിച്ച ലാസ്റ്റിൽ ഇട്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.